ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഇഫ്താറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പുതിയ റെസിപ്പിയൊന്നുമല്ല, മുമ്പൊക്കെ ഉമ്മമാർ ഉണ്ടാക്കിയിരുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്തൊക്കെ ഫ്രൂട്ട്സ് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 4-5 ഏലക്കായയാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം കുറവാണെങ്കിൽ അവസാനം കുറച്ചും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് തണുത്ത വെള്ളമല്ല കേട്ടോ, സാധാരണ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇത് നല്ല തണുത്തിട്ടുള്ള ജ്യൂസ് തന്നെയാണ്, പക്ഷേ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് ഒരു എണ്ണമയം പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവസാനം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി, അങ്ങനെയാകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു സമയത്ത് തേങ്ങയുടെ പാല് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ജ്യൂസിലേക്ക് കാണാനൊരു ഭംഗിക്കും പിന്നെ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാനും വേണ്ടിയിട്ട് കുറച്ച് കറുത്ത കസ്കസ് ഒരു 2 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയതും പിന്നെ ചെറിയൊരു കഷ്ണം ആപ്പിൾ കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇതില്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കുടിക്കാൻ, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എന്നിട്ട് മുകളിൽ 2-3 ഐസ് ക്യൂബും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി. അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.